ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പാദസരത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ പേരായി നമ്മൾ എളുപ്പമല്ല പാദസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ എന്നാലും മെനക്കെട്ടിട്ട് അതിനായിട്ട് പാക്കിങ്ങും അതുപോലെ തന്നെ ഉണ്ടാക്കലും ഒക്കെ നടക്കില്ല. പിന്നെ ഇൻഡിപെൻഡൻസിൻ്റെ ഹെയർ ബാൻഡ് കുറേ ഉണ്ടാക്കാനും മാല ഉണ്ടാക്കാനൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വൈകി. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ട് വരുന്നത് 2 കണ്ണി വേണം. അതിന് ഓപ്പൺ ഇല്ലാത്ത 2 കണ്ണിയാണ്. പിന്നെ നമ്മൾ പാദസരത്തിൻ്റെ ഇത് കുളത്ത് കിലുക്കത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കില്ല, അതുപോലെ തന്നെ കറുപ്പ് ക്രിസ്റ്റലിൻ്റെ ബീഡ്സ്. പിന്നെ വേറൊരു സംഭവം ഞാൻ ഫസ്റ്റ് കാണിച്ചത്, എനിക്കറിയില്ല അതിൻ്റെ പേര്, ചക്കിരി പോലത്തെ ഒരു സംഭവം തന്നെയാണ്. അതിങ്ങനെ ഒരു അപ്പുറപ്പുറമായിട്ട് നമ്മൾ ബ്ലാക്കിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണതാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു പാദസരം ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ നൈലോണിൻ്റെ ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ സൂചി കോർത്തിട്ട് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു കണ്ണി ഞാൻ അതിൻ്റെ മുകളിൽ കെട്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കിട്ടുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോ ഓപ്പൺ ആക്കാൻ മറന്നുപോയി. അതാണ് പിന്നെ ഇതിൽ കാണിക്കാതിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടെ കണ്ണി കെട്ടിയിട്ട് അവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സൂചിയുടെ മേലെ കൂടി നമ്മൾ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം കാലിൻ്റെ ഒരു അളവ് നോക്കിയിട്ടാണ് നമ്മൾ നൂല് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ മോളുടെ അളവ് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നൂലെടുത്ത്, ഇനി നമുക്ക് ഈ സൂചിയുടെ മേലെ കൂടെ നമ്മൾ എത്ര ക്രിസ്റ്റൽ ബീഡ് ആണോ ഇടുന്നത്, പിന്നെ അതിനനുസരിച്ച് വേണമല്ലോ ആ ഗോൾഡ് ആ സാധനം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാനൊരു 10 ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്ത് അതിന് നടുക്കലായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടും ഒരു ഗോൾഡ്, അങ്ങോട്ട് തിരിഞ്ഞിട്ടും ഒരു ഗോൾഡ്, അങ്ങനെ ഒരു ഏരോ മാർക്ക് പോലെയാണ് ആ ഗോൾഡ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് 10 ക്രിസ്റ്റൽ ബീഡ്സ്, പിന്നെ അതിൻ്റെ നടുക്ക് ഗോൾഡ്, അങ്ങനെ ആയിട്ടാണ് ഫുള്ളായിട്ട് ഞാൻ ഫിനിഷ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ അതൊന്നും ഇപ്പം ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഗിവ് അവേ 4ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാത്തിലും ഇപ്പം ഇങ്ങനെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തണമൊന്നുമില്ല. അപ്പോൾ കമൻറ്റ് ചെയ്യുക, അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളെയോ നമ്മൾ തിരഞ്ഞെടുക്കുക. 10 ഗിവ് അവേ 10 ആവണ അന്നാണ് നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുക. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ എന്നും എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയണില്ല. അപ്പോൾ ഇത് ഗിവ് അവേ 4ആണ്. അപ്പോൾ 10 ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇപ്പോഴും എന്താണ് സബ്സ്ക്രൈബേഴ്സിൽ കൂടിയിട്ട് ഒന്നും കാണാനൊന്നുമില്ല. അപ്പോൾ നമുക്കറിയാം സബ്സ്ക്രൈബേഴ്സ് കൂടണതും ലൈക്ക് ഇടണതും ഓരോ വീഡിയോസിന് ഇത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട് എന്ന് വ്യൂ ഉണ്ടെങ്കിൽ ആ വ്യൂ കണ്ടതിനനുസരിച്ചിട്ടുള്ള ലൈക്ക് നമുക്ക് വന്നിട്ടൊന്നുമില്ല. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക. കമൻ്റ് ഉണ്ട്, പിന്നെ ഫുള്ള് വീഡിയോ കാണാണ്ട് തന്നെയാണ് എല്ലാവരും കമൻ്റ് ഇടുന്നത്. വീഡിയോ ഉണ്ട് കാണുമ്പോഴത്തേനും ഇട്ടിട്ട് ചിലപ്പോൾ 1 മിനിറ്റ് പോലും ആയിട്ടുണ്ടാവില്ല, സെക്കൻഡൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴത്തേനും കാണാം എല്ലാവരും സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടണം. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് ഇങ്ങനെ വീണ്ടും ഇപ്പോൾ ഇത് ചെയ്തിട്ട് ഇങ്ങനെ പറയണില്ല. അപ്പം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒന്ന് സ്പീഡ് കൂട്ടിയിട്ട് ഫൈനൽ ലുക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കണ്ണി വീണ്ടും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കെട്ടിടുകയാണ് വേണ്ടത്. 2 ചുറ്റ് അതിൻ്റെ മുകളിൽ കൂടെ ചുറ്റിയതിന് ശേഷം ഒന്ന് നല്ല അമർത്തിയിട്ട് കെട്ടിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ ലാസ്റ്റുള്ള ഇതിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാദസരം ഫിനിഷ് ആയിട്ടുണ്ട്. കെട്ടിട്ടിട്ട് കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ ഈ ഒരു ഭാഗത്തെ കണ്ണി ഈ ഒരു ഭാഗത്തെ കണ്ണി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കുളത്ത് ഇട്ട് കൊടുക്കുക.